വാങ്ങിയ ട്രാക്ടർ തിരികെ നൽകിയില്ലെന്ന് പരാതി. പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു പ്രയോജനവും ലഭിച്ചില്ലെന്നും വ്യാപാരി. Homegrown biotech, exotic fruits, exciting future. 1.5 വർഷം മുമ്പ് വിൽപ്പനയ്ക്കായി ട്രാക്ടറുകൾ വാങ്ങിയ ശേഷം തിരികെ നൽകിയില്ലെന്നും ട്രാക്ടർ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിൽ പരാതി നൽകിയതോടെ വ്യാജ ആരോപണങ്ങൾ ഉയർത്തി വ്യക്തിഹത്യ നടത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതായി കാഞ്ഞിരപ്പള്ളി സ്വദേശി ജെയിംസ് ജോസഫ് മുള്ളുകാലയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുട്ടമ്പലം സ്വദേശിയാണ്. മണർകാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നിന്നും വിൽപ്പന നടത്തിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് ട്രാക്ടർ വാങ്ങിയ ശേഷം മുങ്ങിയതെന്ന് സ്ഥാപനത്തിന്റെ ഉടമ കൂടിയ ജെയിംസ് ജോസഫ് പറഞ്ഞു. കഴിഞ്ഞ 1.5 വർഷം മുമ്പ് കോട്ടയത്തുള്ള ഷിൻഡോ എബ്രാഹിം മുട്ടമ്പലം കോട്ടയം എന്ന് പറഞ്ഞ ആൾ ഞങ്ങളിൽ നിന്ന് പുതിയ ട്രാക്ടർ വാങ്ങിച്ചുകൊണ്ട് പോയി ഡെമോ നടത്തി ബിസിനസ് ചെയ്തു തരാമെന്നുള്ള കണ്ടീഷനിൽ. എന്നാൽ 1.5 വർഷമായിട്ട് വണ്ടി ഇതുവരെ മടക്കി തരികയോ പല പ്രാവശ്യം ഞാൻ ആവശ്യപ്പെട്ടു വണ്ടി തിരിച്ചു തരണം, രജിസ്റ്റർ ചെയ്യാത്ത വണ്ടി അങ്ങനെ കൊടുക്കാൻ നിയമമില്ല, RTO റൂൾ പ്രകാരം അത് ലംഘനമാണ്. പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ട് വേണ്ട ട്രാക്ടർ തിരികെ തന്നില്ല. അതുപ്രകാരം കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 4-ാം തീയതി കോട്ടയം SP ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഫണ്ട് തിരിച്ചു കിട്ടുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. നാളെ ഇതുവരെ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഞങ്ങൾ കഴിഞ്ഞ ദിവസം കാഞ്ഞിരപ്പള്ളി DYSPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ബേസിലാണ് അയാളുടെ റൂമൊക്കെ എഴുതി കാഞ്ഞിരപ്പള്ളി പ്രദേശത്ത് വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചിരിക്കുകയാണ്. മൂവർ സംഘത്തെ സൂക്ഷിക്കുക എന്ന് പറയുന്നത്. ഈ പ്രചരിപ്പിക്കുന്നത് കൂടാതെ തന്നെ വധഭീഷണി, വീട്ടിൽ കയറി അതിക്രമിക്കുമെന്നും സ്ത്രീകളെ ഉപദ്രവിക്കുമെന്നും യൂട്യൂബിലിടുമെന്നും. അയാളുടെ ഭാര്യ കോളേജ് പ്രൊഫസർ ആയതുകൊണ്ട് ഉദ്യോഗസ്ഥ തലങ്ങളിൽ നല്ല ബന്ധമാണെന്നും അയാളെ ഒരു ഉദ്യോഗസ്ഥനൊന്നും ചെയ്യില്ലെന്നല്ല പറയുന്നത്. അയാൾക്ക് നിയമമൊന്നും പ്രശ്നമല്ല. തൃശ്ശൂരും കൊണ്ടുണ്ട്, കോട്ടയത്തും കൊണ്ടുണ്ട്. ഇപ്പോൾ എൻ്റെ അറിവനുസരിച്ച് ഈ ട്രാക്ടർ ഇപ്പം അയാളുടെ എസ്റ്റേറ്റിനോട് ചേർന്ന് തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ എന്നുള്ള സ്ഥലത്ത് അയാളുടെ ഒരു ജോലിക്കാരൻ്റെ വീട്ടിലെ ഷെഡിൽ പാർക്ക് ചെയ്തിട്ടുള്ള വിവരം അവിടുന്ന് വന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച SP-ക്കും കാഞ്ഞിരപ്പള്ളി DYSPക്കും പരാതി നൽകിയിട്ടുമുണ്ട്. പോലീസ് വിളിപ്പിക്കുമ്പോൾ തിരികെ നൽകാമെന്ന് അറിയിക്കുമെങ്കിലും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. ട്രാക്ടർ ആവശ്യപ്പെട്ട് വിളിച്ചതോടെ ഇയാൾ വീട് കയറി ആക്രമിക്കുകയും സ്ത്രീകളെ ഉപദ്രവിക്കുമെന്നും ഭീഷണിപ്പെടുത്തുന്നതായും ജെയിംസ് കാഞ്ഞിരപ്പള്ളി നടന്ന വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. വിലക്കുറവിന്റെ മായാജാലം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലും. മെഗാ ലാഭമേള പേട്ട ജംഗ്ഷൻ, കാഞ്ഞിരപ്പള്ളി. 10 രൂപ മുതൽ 200 രൂപ വരെ വിലയിൽ വീട്ടിലേക്ക് ആവശ്യമായതെന്തും വാങ്ങാൻ മെഗാ ലാഭമേള, കാഞ്ഞിരപ്പള്ളി. തുണിത്തരങ്ങൾ, വീട്ടുപകരണങ്ങൾ തുടങ്ങി 10,000-ൽ പരം ഉൽപ്പന്നങ്ങൾ ഒരു കുടക്കീഴിൽ. വിലക്കുറവും ഗുണനിലവാരവും ഇനി ഒന്നിച്ചു നേടൂ. മെഗാ ലാഭമേള, പഴയ സീമാസ് ബിൽഡിംഗ്, പേട്ട ജംഗ്ഷൻ, കാഞ്ഞിരപ്പള്ളി.